ഭർത്താക്കന്മാർ ഭാര്യമാർക്കും ഭാര്യമാർ ഭർത്താക്കന്മാർക്കും കൊടുക്കുന്ന പണി നമ്മൾ കണ്ടിട്ടുണ്ട് ഫൺ ഫാമിലിയിൽ അല്ലേ. എന്നൊന്ന് മാറ്റി പിടിച്ചാലോ. ഇന്ന് പണി മകനാണ്, അതും അമ്മയുടെ കയ്യിൽ നിന്ന്. സോ നമ്മൾ ഉള്ളത് ഏലൂരാണ്. സജിത് ടീച്ചർ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ പണി കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് സജിത് ടീച്ചർ മൗന് വേണ്ടിയിട്ട് ഒരുക്കിയ പണി നമുക്ക് നോക്കിയാലോ. റെഡി? സാധാരണ സ്കൂളിൽ നിന്നാണ് ടീച്ചർമാർക്ക് അല്ലേ, ടീച്ചറിൽ നിന്ന് എന്ത് പണി കിട്ടുന്നുള്ള പേടി ഉണ്ടാവുക. പക്ഷെ ഇന്നത്തെ പണി സ്കൂളിലൊന്നുമല്ല, വീട്ടിലാണ്. പക്ഷെ സ്റ്റുഡൻ്റ് അല്ല, മകനാണെന്ന് മാത്രം അല്ലേ. സോ ഹായ്. യെസ്, പേര് ഗൗതം. ഓക്കെ. പക്ഷെ ടീച്ചർ എന്തോ അല്ലെ, സോനു ഒന്നല്ലേ മറ്റു പേരുണ്ട്. ഓക്കെ. സോ സോനു എന്നാണ് വിളിക്കുക. സോനു എന്നാ വിളിക്കുക. പൊതുവെ എല്ലാവരുടെയും സോനു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ എന്നല്ലേ. സോനുവിലാണ് എല്ലാവർക്കും അറിയാം എന്നുള്ളത്. യെസ്, ടീച്ചറാന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ട് ടീച്ചർ കൂടിയാണ്. എവിടെ ഓക്കെ എന്ന ഞാനിപ്പോ ഓൺലൈൻ ഇതാണ്, അബ്രോഡ് ക്ലാസ്സസ് ആണ്. നേരത്തെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് സ്കൂളും ഗവൺമെന്റ് സ്കൂളും. പിന്നെ ഇപ്പൊ റിസൈൻ ചെയ്തു. ഇപ്പൊ ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്സും. ഓഫ്ലൈൻ ഉണ്ടോ? ഓഫ്ലൈൻ ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അത് ടീച്ചറായിട്ട് തുടങ്ങിയത് തന്നെയാണോ? ഒറ്റയ്ക്കാണ്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പൊ എല്ലാവർക്കും പ്രത്യേകിച്ച് അടുത്തിരുന്ന് പഠിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഓൺലൈനിൽ വരുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഓൺലൈനിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എനിക്കിപ്പോ ഈസിയും അതുപോലെ ഓൺലൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ സൗകര്യവും കുട്ടികൾക്ക് വെച്ചാൽ 1-to-1 ക്ലാസ്സാണ്, ഗ്രൂപ്പ് ക്ലാസ് അല്ല. ഗ്രൂപ്പ് ക്ലാസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, 1-to-1 ക്ലാസ് ആണ്. വളരെ നന്നായിട്ട് ഇപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിലും ഒക്കെ മറ്റു ഷോസിനൊക്കെ പോകുന്ന ഒത്തിരി റിയാലിറ്റി ഷോസിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, ഗ്രൂമിങ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും വളരെ ടൈം മാനേജ്മെന്റ് പറഞ്ഞാല് പല രാജ്യങ്ങളുടെ ഇപ്പൊ ഏകദേശം എനിക്കൊന്ന് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അമ്മയുടെ കഴിവൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഞാന് ഗർഭിണി ആയിരിക്കുമ്പോ തന്നെ ഇവന് ഇങ്ങനെ എപ്പോഴും എൻ്റെ അച്ഛൻ ഇങ്ങനെ കച്ചേരി കേൾപ്പിക്കുകയായിരുന്നു. വയനാടാണ് എൻ്റെ വീട്. അച്ഛന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഇവൻ ഉണ്ടായ ശേഷം ഞാൻ വീട്ടിൽ ക്ലാസ് തുടങ്ങിയത്. അതെ അതെ അതെ. കാരണം ഇവന്റെ മടിയിലിരുത്തിയിട്ടൊക്കെയാണ് ഞാൻ കുഞ്ഞിലെ എടുത്തോണ്ടിരിക്കും. ഇപ്പൊ 2 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ തെറ്റിച്ച് പാടുമ്പോ ഇവൻ പറയും അമ്മ അവിടെ തെറ്റി പറയും. പക്ഷെ ഇവന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു. അല്ലാതെ ഞാൻ സോനുവിനെ കൊച്ചിലെ ഏറ്റവും കൂടുതൽ പാടി കൊടുത്തൊരു പാട്ട് ഏതായിരിക്കും? സോനുവിന് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഉണ്ണി വാവാവോ ആ പാട്ട്. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, പൂഞ്ചേലാടാലോ. ഇതൊക്കെയാണ് സോനു അസൂയ തോന്നുന്നത്. ഇത്ര ഭംഗിയായിട്ട് താരാട്ടുപാട്ട് കേട്ടിട്ട് ഇന്നും അല്ലെ ഉറങ്ങാൻ പറ്റുന്നുള്ള. ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത് എന്താണ് ഇവിടെ മാറ്റുന്നത്? പാടിക്കൊണ്ടിരിക്കുമ്പോ വേറൊരു ടോണിലോട്ട് മാറി ഇത് എന്തിവിടെ മാജിക് സംഭവിക്കുന്നത് തോന്നിപ്പോ. സാധ്യം. സൂപ്പർ. സോനു മിണ്ടാതിരിക്കണം കുറെ നേരമായിട്ട്. പറയൂ, പേരറിഞ്ഞു, എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോ? ഞാനിപ്പോ എന്റെ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ആണ്. ഞാൻ ബികോം ആണ് പഠിച്ചത്. ഒറ്റ മകനാണ് അല്ലെ? പ്രധാന കക്ഷിയുടെ അച്ഛനോട് പോയി. അച്ഛന് ശബരിമല ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പെട്ടെന്ന് പോയി ഇന്നലെ. അപ്പൊ അതാണ് ഉണ്ടാവാതിരുന്നത്. കൂട്ടുകാരൊക്കെ പോകുമ്പോ കെട്ടി നിറച്ചല്ല, ജസ്റ്റ് തൊഴാൻ വേണ്ടി. അച്ഛൻ ഇല്ലാത്തോണ്ട് പണി മോളിലേക്ക് പണി വരുന്ന അച്ഛൻ മുങ്ങിയതല്ലോ അല്ലെ? പേര് ബിനു. ബിനു. ഇവിടെ ഒരു കോൺട്രാക്ട്, ഒരു കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനിയിൽ കോൺട്രാക്ട് വർക്ക് ചെയ്യണം. ഈ ഒരു മകനാവുമ്പോ നമുക്ക് പൊതുവെ തോന്നുന്ന എല്ലാ സ്നേഹവത്സരം കിട്ടുന്നുള്ളത്. പക്ഷെ ഈ ഒറ്റ മകനായിരിക്കും എന്റെ പ്രശ്നങ്ങൾ എന്താ? റെസ്ട്രിക്ഷൻസ്. അയ്യോ, ആണോ? റെസ്ട്രിക്ഷൻസ് പ്രശ്നമാണ്. ഞാൻ വരാം. അപ്പൊ എനിക്കൊരു ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോണം. ഞാൻ ഒരു 4 ദിവസം മുമ്പേ അവതരിപ്പിച്ച് തുടങ്ങി. സോപ്പിട്ട് 2 ദിവസം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് എന്നിട്ട് അന്ന് പോണേന്റെ അന്ന് രാവിലെ പറയുള്ളൂ പൊക്കോ, ചിലപ്പോ പോകണ്ടെന്നും പറയും. പിന്നെ അടിയോ.
ഇത് മുൻകൂർ ഏതാണ്ടേ ഒരു അവസരം കിട്ടിയപ്പോ പറയാൻ വേണ്ടിയിരിക്കുന്ന പോലെ പറയുന്നേ. അത് ഇതുവരെ കേട്ടില്ല. ഞാൻ അങ്ങനെയൊന്നല്ല. അത്യാവശ്യം അവന്റെ എല്ലാ കാര്യത്തിനും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിടുന്നുണ്ട്. അങ്ങനെ എവിടെ ഒരു സ്ഥലത്ത് പോലും വിടാതിരുന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇത് പക്ഷെ ആ പ്ലാൻ പൊളിക്കണ്ടായിരുന്നു സോനു. ഇപ്പൊ 4 ദിവസത്തെ പ്ലാൻ ഓൾറെഡി മനസ്സിലാവും. ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോ കാരണം ആരൊക്കെയാണ് പോണേന്ന് ചോദിക്കാറുണ്ട്. ഫ്രണ്ട്സ് ആരൊക്കെയാണ്, എങ്ങനെയാണ് പോണേ, ആരാണ് വണ്ടി ഡ്രൈവ് ചെയ്യണേ, ഇതൊക്കെ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊക്കെ അറിയണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അത് നമുക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പോയിക്കോ. ഓക്കെ. അമ്മയുടെ പാട്ട് കേട്ടു, മോന്റെ പാട്ട് കേൾക്കാതെ അത് കംപ്ലീറ്റ് ആവില്ല, ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ആവും. സോ ഏതാ രണ്ടുപേരും പാടാൻ പറഞ്ഞതായിരിക്കും. ഓക്കെ. വായ്മൊഴിയും ഇന്തൻ തായ്മൊഴിയും என்றுം വസുപടവില്ലയടി, വയற்றுക്കും തൊണ്ടയ്ക്കും ഉറവമില്ല ഒരു ഉരുളയും ഉരുളുതടി, കാത്തിരുന്നാൽ എതിർപ്പാർത്തിരുന്നാൽ ഒരു നിമിഷവും വർഷമടി, കண்களெல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கവും தோன்றதடி, இது ஸ்வர்க்கமா நரகமா சொல்லிடி உள்ளபடி, நான் வாழ்வதும் விலை கொண்டு போவதும் உன் வார்த்தையில் உள்ளபடி, என்னவளே அடி என்னவளே இந்த இதயத்தை தொலைத்து விட்டேன். കോളേജിലൊക്കെ സ്റ്റാറായി തിളങ്ങുന്നുണ്ടാവൂലേ? ഇവർക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു, സ്വർലയ UC കോളേജിന്. അതിന്റെ ലീഡർ ആയിരുന്നു. 3 വർഷം അടിച്ചു പൊളിച്ച് ഉണ്ട്. അപ്പൊ പിന്നെ മിസ് ചെയ്യണ്ട, പേജ് അവിടെ മിസ് ചെയ്യണ്ട. 2 years കൂടെ അല്ലേ, അത് ഈ ടൈമിൽ കിട്ടൂ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടെങ്കിൽ സൂചിച്ചിരിക്കുകയാണ്. ടീച്ചറെ നമുക്കൊന്ന് ട്രാക്ക് മാറ്റിയാലോ അല്ലേ? കൊടുക്കണ്ടേ പണി? പ്രത്യേകിച്ച് ഇങ്ങനെ സോപ്പിട്ട കഥയൊക്കെ പുറത്തു വന്നുകൊണ്ട് എന്ത് പണിയാ കൊടുക്കണ്ടേ? ശരിയാ. അപ്പൊ ഞാനും തിരിച്ച് നല്ലൊരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ? ഒരു മറുപടി വേണം. പാചകമായാലോ? പാചക പരിപാടി ഉണ്ടോ? ഇത് അവനാകെ കിച്ചണിലോട്ട് എന്തെങ്കിലും വരും? ഓംലെറ്റ് ഉണ്ടാക്കും. അതല്ലാതെ പിന്നെ നൂഡിൽസും ഉണ്ടാക്കും. അത് മാത്രമാണ് ചെയ്യാറ്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്, ചക്ക അട. അത് ചക്ക അട ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ. അത് അത് ഉണ്ടാക്കുമ്പോ അങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചക്കടയാണോ വേണ്ടേ? ചക്കടയാണ്. ഇത്ര നാള് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി, ഇത് നേരെ തിരിച്ച് നമ്മൾ കഴിക്കാൻ പറ്റും. ഇത് പണി കൊടുത്ത് പണി തിരിച്ചു വാങ്ങുന്ന പരിപാടിയാണ്. പക്ഷെ നമുക്ക് ചക്കട എന്തെങ്കിലും ധാരണ ഉണ്ടോ? കഴിക്കാൻ പോകുമ്പോ എപ്പോഴെങ്കിലും ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാതെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഉണ്ട്, ഐഡിയ ഉണ്ട്. അത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ. അയ്യോ, അതൊന്നും പറയാൻ പറ്റില്ല അല്ല, ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നത്. അതല്ലേ, എന്തായാലും ഇഷ്ടത്തിനനുസരിച്ചിട്ട്, സോനുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിയത് കഴിക്കണം. ഓക്കെ സോനു, അപ്പൊ കിച്ചനൊക്കെ അറിയാലോ അല്ലെ? ഓംലെറ്റും മാഗി ഉണ്ടായിടത്തുനിന്ന് ഇന്ന് നമ്മുടെ ലിസ്റ്റ് മെനുവിൽ ഒരു കാര്യം കൂടി കയറുകയാണ്, ചക്കട. റെഡി? അപ്പൊ ടീച്ചർ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് ചക്കട ആയിട്ട് വരാം അല്ലെ? യെസ് സോനു, ഇപ്രാവശ്യത്തെ കിച്ചൺ വരവ് വ്യത്യാസമുണ്ട് അല്ലേ? ഇതുവരെ ഓംലെറ്റ് മാഗി മാത്രം പരീക്ഷിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കിയത് കഴിക്കാമെന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പൊ എന്താ ഐറ്റം ഇലയിടാം അല്ലെ? എങ്ങനെ ധാരണയുണ്ടോ? അത് അമ്മ ഉണ്ടാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മൂമ്മ വരുമ്പോൾ അത് ഉണ്ടാക്കണേ കൂടുതൽ. അമ്മൂമ്മയാണ് സ്പെഷ്യലിസ്റ്റ്. ഓ, അമ്മൂമ്മ അടിപൊളി കുക്കാ ആണല്ലേ? ഓ, റവ വെച്ചാണ്. പിന്നെ ചക്ക വരട്ടിയത്, പിന്നെ പഞ്ചസാര, അങ്ങനെ എന്തേലും ഒപ്പിക്കാം. ശരി, അപ്പൊ ആദ്യത്തെ എന്താ സ്റ്റെപ്പ്? സാധനങ്ങൾ എടുക്കാം. ഓക്കെ, എന്തിലുണ്ടാക്കുന്നേ? മറ്റേ പുട്ട് വെച്ചാലോ, ഇഡ്ഡലി എന്താ എന്തിലത് വെക്കുന്നേ? വാഴയില. അല്ല, അപ്പൊ ഇല വേണ്ടേ? അത് മാത്രം കിച്ചണിൽ ഉണ്ടാവില്ല. അപ്പൊ വാഴ വെട്ടിട്ട് വരും. വാഴ വെട്ടിട്ട് വരാം. ഇതും കയ്യിലെടുത്തോളൂ. അത് കിട്ടിയ ക്യാപിലോട്ട് ഇത് വല്ലവരും പുറമേതാണോ? കുറച്ചില്ല. യെസ്. അപ്പൊ ഇനി ഇത് എത്ര പീസാക്കാൻ പ്ലാൻ? എത്ര ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ? അമ്മ എത്രണ്ണം കഴിക്കും സാഹിബിന്റെ? അമ്മ അമ്മ ഒരെണ്ണം തന്നെ കഴിക്കുമെന്നുള്ള പേടിച്ചിട്ടപ്പോ അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ കട്ട് ചെയ്തോളൂ. കട്ട് ചെയ്യാം. അപ്പോൾ
ഇല തൽക്കാലമായിട്ടുണ്ട്. തൽക്കാലമായിട്ടുണ്ട്. ആ വലിയ വാഴല കൊണ്ടുവന്നിട്ട് അതിന്റെ രണ്ടറ്റം മാറ്റിയിട്ട് നടുക്കിലെ പീസ് കൊണ്ട് മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? കണ്ടറിയോ? സ്മെല് ചെയ്തിട്ട് സ്മെല്ല് കിട്ടും റവയ്ക്ക്. ആ കണ്ടിട്ട് തോന്നുന്നു ഇവിടെ തന്നെ ആണ്. കഴിക്കേണ്ടത് അമ്മയാണ്, അതുകൂടി ആലോചിക്കണം. റിസ്ക് അലവൻസ് കൂടുതലാണ്. ബാക്കിയൊക്കെ ഫ്രിഡ്ജിലായിരിക്കും. ഓക്കെ. എന്താ ഐറ്റം? തേങ്ങ. അതെന്താ ഐറ്റം? ശർക്കര. ശർക്കര പാനി അല്ലേ? ഇത് ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണോ? ഇവിടെ ഞങ്ങളുടെ വീട് വയനാടാ. ആ. അപ്പൊ അവിടെ മൊത്തം പ്ലാവാ. ഓ. അപ്പൊ എപ്പോഴും ചക്ക കൊണ്ടുവരും, ചക്കടി ഉണ്ടാക്കും. അതെന്താ ഐറ്റം? ചക്ക. ഇനിയപ്പം എന്ത് ചെയ്യും? ഇനി ഞാൻ ഡൗട്ട്. മനസ്സിൽ അമ്മ ഉണ്ടാക്കുന്ന വിഷ്വൽസ് ഒക്കെ ഒന്ന് തിരിച്ച് തലയിലോട്ട് കൊണ്ടുപോരെ. കുഴക്കണം. അതിന് വേദനിക്കുമെന്നുള്ള രീതിയിലേക്കാണ് കുഴക്കുന്നത്. ഇനി വേറെ മല്ലിപ്പൊടി മഞ്ഞളൊക്കെ എപ്പോഴും ഇടുക? ഈ സ്റ്റേജിൽ ഇടുക? ഇതിന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇടില്ലേ? നമ്മളെല്ലാ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ല കുഴപ്പമില്ല. കാര്യമായിട്ട് പറഞ്ഞേ ഇടുന്ന നിങ്ങളുടെ സ്പീൽ ഇടാറില്ലെങ്കിൽ കുഴപ്പമില്ല. മഞ്ഞപ്പൊടി ആവശ്യമില്ലല്ലോ. ആ മഞ്ഞപ്പൊടിയുടെ ശരിക്കും എന്താണെന്ന് അറിയോ? ഇത് ഈ വിഷാംശം ഈ പ്രൊഡക്ട്സിലെ സാധനങ്ങളൊക്കെ നീക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം എല്ലാറ്റിലും തരി മഞ്ഞപ്പൊടി ഇടും നമ്മൾ. ഇടാറുണ്ട്. എങ്ങനെയാ തുടക്കത്തിൽ അവസാനം എങ്ങനെ ഇടാറ്? ഇല്ല, അങ്ങനെ ഉണ്ടാക്കുക വേറെ ഒന്നും കണ്ടിട്ടില്ല. ശ്രദ്ധിക്കാഞ്ഞിട്ടില്ലല്ലോ, വിട്ടുപോയതില്ലല്ലോ. ആലോചിക്കും. മഞ്ഞപ്പൊടിയിൽ അത്ര കറി ഇല്ല, വിഭവം ഇല്ല. മധുരമായാലും ഉപ്പായാലും എന്തായാലും മഞ്ഞപ്പൊടി തരി ഇടും. വേണ്ട? ഓക്കെ. ഇതിലേക്ക് വേണ്ടേ? ഇനി ഇത് തേക്ക. ഇല കഴുകണോ? ഇതിലേക്ക് അമ്മ ഓടിക്കും. തേങ്ങ ശർക്കര മിക്സ് ചെയ്യണം. എങ്ങനെ നീ കഴിക്കുമ്പോ എങ്ങനെ കിട്ടാറ്? അല്ല, ഒരു ബ്രൗൺ കളറിൽ ഉണ്ടാവില്ലേ നമുക്ക് അട നമുക്ക് ചുട്ടിട്ട് ഒരു കയ്യിൽ അടി ഒരു കയ്യിൽ തേങ്ങ കൊടുക്കാൻ പറ്റും. അല്ല മിക്സ് അല്ല, നമ്മൾ ഈ കടയിൽ നിന്ന് കട കഴിക്കുമ്പോ നടുക്കൊരു ബ്രൗൺ കളർ ഉണ്ടാവില്ലേ? രണ്ട് രീതിക്ക് എങ്ങനെയാ? എന്റെ അടുത്ത് മിണ്ടരുതെന്ന് അമ്മ പറഞ്ഞല്ലേ? പൊതുവെ അമ്മയെ കൊണ്ട് കൂടുതൽ ഉണ്ടാക്കിപ്പിക്കുന്ന ഐറ്റം ഏതാ? ബിരിയാണി. ബിരിയാണി. ആ ഏതാ? ചിക്കൻ. ഓക്കെ, 2 ആയിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മള് മാവ് അടയുടെ രൂപത്തിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇനി എന്താ പ്ലാൻ? ചൂടാക്കണം. ഓക്കെ. ആ വീട്ടിൽ എത്ര വെള്ളം അറിയോ? ഞാനൊരു കാര്യം ചെയ്യാം, സോനോടിരിക്കും. ഞാൻ എത്ര വേണ്ടി വരും? ധാരണ വെച്ചോ? 4 മതിയാവും. ഓക്കെ. യെസ്. അപ്പൊ എന്തായാലും തിളയ്ക്കാൻ സമയമുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇത് എടുത്ത് റെഡി ആയി കഴിഞ്ഞ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലേ? പാടിയാലോ? നുരയുമോരുടെ ആടയിൽ നവയുവതു നിന്നെ അഴകും
കനവിലിന്നൊരു കനിവുമില്ലാത്തിനിതു മുറിവും തന്നു നീ നിറയൂ ജീവനിൽ നീ നിറയൂ അണയൂ വിജനവീതി അണയൂ അവളെൻ നെഞ്ചിൽ നിസ്വനം ഓ അവളീ മണ്ണിൻ വിസ്മയം ഓ കുളിരുന്നുണ്ടി തീനാളം അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാഗം. അപ്പൊ ഏതാണ്ട് ആവിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ ആ ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? ആ ഉണ്ടോ? ഉണ്ടാവും. അപ്പൊ നോക്കിയാലോ, തുറന്നാലോ? നോക്കാം. നാലടി 4 ഷേപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള അട തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഇത് ഇച്ചിരി ഇത് അക്രമം ഉപയോഗിച്ച് അപ്പോ റെഡി ആയിരിക്കുകയാണ് എന്നാണ് സോനുവിന്റെ സ്വയം വിശ്വാസം. ഓക്കെ, അപ്പൊ ഇനി അമ്മേനെ വിളിച്ചാലോ? അമ്മേ, ശബ്ദം കൊണ്ട് വരുന്നില്ല പുറത്തോട്ട് വരിക. എന്തായി? ഇനി അത് ആ കയ്യില് വാങ്ങി. ഓക്കെ, ആദ്യം കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് മറ്റേ വേൾഡ് മാപ്പ് ഇത്രയും കാലമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഒറ്റ സെറ്റിൽ 4 ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് കഴിഞ്ഞാലേ ടേസ്റ്റിലെ സോനുവിന് കൺഫ്യൂഷൻ ഒന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് ഏത് ഷേപ്പാ ഇഷ്ടാവുന്ന കൺഫ്യൂഷൻ 4 രീതിക്ക് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ കഴിക്കണം തീർച്ചയായിട്ടും. ഇവിടെയാണ് റിസ്ക് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ നമ്മുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, തേങ്ങ കണ്ടെത്തൽ. തേങ്ങ കാണാനില്ല. കൊഴപ്പല്ല, ഏലക്ക ഇട്ടിട്ടില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെ ഇല്ലാത്തുണ്ട്? ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കണേ, ഇവ നടുവിലാണ് തേങ്ങ ഇട്ടിരിക്കുന്നത് അല്ലേ. ഞങ്ങള് മൊത്തം തേങ്ങയും കൂടി ഇട്ട്, അത് ഈ റവ കൊണ്ട് ഉണ്ടാക്കുമ്പോ തേങ്ങയും കൂടി ഇട്ടിട്ട് ചോദിച്ചതാ അല്ലേ? കുഴക്കണം. മഞ്ഞപ്പൊടി ഒക്കെ കറക്റ്റ് ആണോ? ഒരു നുള്ള വേണമെങ്കിൽ ഒരു ഉപ്പും, അതല്ലാതെ ടേസ്റ്റ് ക്രമീകരിക്കും. ഒരു തരി ഉപ്പ് ഇടാം. അരിപ്പൊടിയാണ് ചിലപ്പോ എനിക്കൊന്ന് കുറച്ചുകൂടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കും. റവ ആയതുകൊണ്ട്, ചക്ക ആയതുകൊണ്ട് ചക്കയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. സോ എത്ര മാർക്ക് ഇടും ഇന്നത്തെ കഴിക്കാം? എത്ര ഇടാം? ഒരു ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കാം? ഇതിലൊരു 7 മാർക്ക് കൊടുക്കാം. 7 മാർക്ക്. റവി അതിലോട്ട് കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കട്ടി ഇച്ചിരി കൂടുതലാണ്. അപ്പൊ എന്തായാലും സോനുവിന്റെ ലിസ്റ്റിലോട്ട് ഒരു ഐറ്റോടും കൂടി നേരത്തെ പറഞ്ഞ പോലെ ഓംലെറ്റ്, മാഗി, ഇനി അത് അല്ലെ അടയും കൂടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ വെക്കണം. അച്ഛൻ മലക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ കഴിച്ചിട്ട് പറയണം ബാക്കി കൂടെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഉണ്ടാക്കിപ്പിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ പണിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ച് പണി അങ്ങോട്ട് കൊടുത്താലോ? കൊടുക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് അമ്മയ്ക്കുള്ള പണി കൊടുത്തിട്ട് വരാം. ഫൺ സെഗ്മെന്റിന് വേണ്ടിയിട്ട് ടീച്ചർ അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അല്ലേ? അപ്പൊ ഒരു പണി കൊടുത്ത സന്തോഷം നമ്മൾ മാറ്റാൻ പോവാണ്. എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്നും പറയുന്നു. കുടിക്കാനുള്ള സംഭവമാണ്, പക്ഷെ ഇത് കുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പകരം സ്കെയില് ടീച്ചറെ കയ്യിൽ തരും. ഇത് വെച്ചിട്ട് ഓരോ ക്യാൻ എടുക്കണം. ഇതിന് മാത്രം എടുക്കാൻ വേണ്ടി മാത്രം കൈ ഉപയോഗിക്കാം. എന്നിട്ട് കൈ ബാക്കിൽ കെട്ടണം. എന്നിട്ട് ഇതിന്ന് ഓരോന്ന് മേലെ സ്കെയിൽ വെച്ചിട്ട് തന്നെ വെക്കണം. 4 മുകളിൽ അതോ 2 എണ്ണത്തിന്? അല്ല, 2 എണ്ണം. ഈ 2 എണ്ണം എടുത്തിട്ട് 2ന്റെ മേലായിട്ട് വെച്ചാൽ മതി. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് 1 മിനിറ്റേ തരുള്ളൂ സമയം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ അങ്ങനെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സൂര്യ കോമഡിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കൊണ്ടുപോവാം. റെഡി? ഗിഫ്റ്റ് വേണ്ട, ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ടീച്ചർ റെഡിയാണ്. റെഡി ആണല്ലോ അല്ലേ? റെഡി. സോ 3, 2, 1 ഹിയർ വി ഗോ. വിഴരുത്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
മെല്ലെ മെല്ലെ ശ്രദ്ധിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവും. പകുതി സമയമായിട്ടുണ്ട്. പെട്ടെന്ന് ഓക്കെ. ഇവിടുന്ന് വീഴരുത്, അവിടെയെങ്കിലും വീഴുന്നതാണെങ്കിൽ രസമുണ്ട്. ഇവിടെ കൊടുത്ത് വെക്കണം, ഇവിടുന്ന് പോണോ? വെക്കാൻ പറ്റില്ല. യെസ്, ഒരെണ്ണെങ്കിലും വെക്കണം, അഭിമാന പ്രശ്നമാണ്. അവസാന കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. ഒരെണ്ണെങ്കിലും ഇപ്പുറത്തേക്ക് നോക്കാം. കൈ പുറകെ കെട്ടണം. 5 4 3 2 1. ഇത് ജെട്ടിക്കൽ ബിരിയാണിയാണോ? ഇത് അവിടെ കൊണ്ട് ജെട്ടിക്കുന്നുണ്ടല്ലോ. നിൽക്കുന്നില്ല ഇത്. പക്ഷെ ഇത് വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് ഏകദേശം ശരിയായി വന്നായിരുന്നു. ഒന്നൊരു വിറ വന്നോണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? കുറച്ച് കേറിപ്പോയി. ഒരു കോൺഫിഡൻസ് കുറവ് എവിടെയെങ്കിലും വന്നോ? നടക്കില്ല കേറിപ്പോയി, എനിക്കത് കണ്ടപ്പോ അല്ലെ? അപ്പൊ എന്തായാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടാൻ നിർവാഹമില്ല. പക്ഷെ പകരം ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് തരാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ്സ് എല്ലാം റെഡിയാണ്. സോ നമുക്ക് കുറച്ചധികം മെമ്പേഴ്സ് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്. അച്ഛമ്മ വേറെ എവിടെയാണ്? നമസ്കാരം. അച്ഛമ്മയുടെ പേരെന്താ? എന്റെ പേര് വിജയകുമാരി. വിജയകുമാരി, ഓക്കെ. ഇതിപ്പോ അച്ഛമ്മ. യെസ്, ഇവിടെ കണക്ഷൻ മനസ്സിലായി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കൂടി പറയൂ. നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ? അവിടെ വന്ന് പരിചയപ്പെടുത്തണേ. ഓക്കെ. ഇത് അമ്മ, ഹസ്ബൻഡ് അമ്മ, അത് ചേച്ചി, ഇത് ചേച്ചിയുടെ മോള്. അപ്പൊ അടുത്തടുത്ത് തന്നെ ആണ് അല്ലേ? യെസ്, ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ എപ്പോഴും ശരിക്കും നെയ്ബറായിട്ടും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒപ്പമുള്ള ആളാണ്. അമ്മയുടെ പേര് പറഞ്ഞു. പേര് ബിന്ദു. ഓക്കെ. ഇവിടെ എന്റെ പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. അപ്പൊ എനിക്ക് തോന്നുന്നു സോനുവിന് ആകെ കൂടുതൽ ഒരു കസിൻ ആണോ ഈ സെക്ഷനില്? കുറച്ചുപേരും കൂടി ഉണ്ട്, ഏറ്റവും ക്ലോസ് ആണ്. വീട് അടുത്തായതുകൊണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാണ് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കില്, IT ഫീൽഡാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്. ഓ, ഇവിടെ പാട്ട് അടുത്ത വീട്ടിലെത്തുമ്പോ ഡാൻസ് ആയില്ലേ? പിന്നെ ഡാൻസറാ, MG യൂണിവേഴ്സിറ്റി വിന്നറൊക്കെയാണ്. അടിപൊളി അടിപൊളി. നമുക്ക് കുറച്ച് ഗിഫ്റ്റും ഉണ്ട്. പക്ഷെ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇതുവരെ 2 പേരുടെ ആയിട്ട് അല്ലേ സോളോ പാട്ടായിട്ട് നമ്മളിങ്ങനെ പോയി വിശേഷങ്ങളിലും കിച്ചണിലും ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇത് കിട്ടുന്നേക്കാൾ മുമ്പ് ഒരുമിച്ചുള്ളൊരു പാട്ട് കൂടെ ആയാലോ അല്ലേ? വേണ്ടേ? ഒരുമിച്ച് പാടാം. ഉന്നാലെ എന്നാളും എൻ ജീവൻ വാഴുതേ, சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே, உன் கைகள் கோர்க்கும் ஓர் நொடி, உன் கைகள் கோர்க்கும் நீர்த்துளி, உன் மார்பில் சாய்ந்து சாக தோணுதே. ஓ ஓ உன்னாலே என்னாலும் என் ஜீவன் வாழுதே, சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே. ഗിഫ്റ്റ്സ് കൊടുക്കാനുള്ള സമയം കൂടിയാണ്. നല്ല പാട്ടും കൂടി കേട്ട് നിൽക്കുകയാണ്. ശ്രീലക്ഷ്മിയുടെ ഡാൻസിന്റെ കുറവ് മാത്രമേ ഉണ്ട്. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത്വെയർ പ്രോഡക്റ്റിന്റെ ഒരു കിടലൻ സമ്മാനമാണ്. ആൻഡ് ഇനി തേങ്ങ ചിരകണ്ട വറുക്കണ്ട വറുത്ത കറികൂട്ടുകൾക്ക് പയ്യന്നൂരിന്റെ പെരുമ. പൊതുവാൾ ഫുഡ് പ്രൊഡക്ട്സിന്റെ വറുത്ത കറികൂട്ടുകൾ അവൈലബിൾ ഓൺ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, പഴമയുടെ പുതിയ രുചിക്കൂട്ട്, പത്തായം ഫുഡ്സിന്റെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത അച്ചാറുകൾ, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഒപ്പം തന്നെ Instagram, WhatsApp വഴിയും കൂടി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഒരുമിച്ച് പിടിക്കും. ഓക്കെ, അപ്പൊ ഹാപ്പി അല്ലേ? യെസ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് അല്ലേ? കുറെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ പണികളും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടൊരു കളർഫുൾ എപ്പിസോഡിലൂടെ നമ്മൾ പോയി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ നിങ്ങളെയും ഞങ്ങൾ തേടി വരുന്നുണ്ടെങ്കിൽ എങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഇപ്പോൾ തന്നെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും കുറേയധികം വിശേഷങ്ങളും സമ്മാനങ്ങളുമായിട്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ആളുകളുമായിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ടാറ്റ കൊടുത്തേ. ബൈ.